യഹോവേ മടങ്ങി വരണമേ. എത്രത്തോളം താമസം? ആരെങ്കിലും ദൈവത്തോട് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ദൈവമേ നീ പ്രവർത്തിക്കണം. യഹോവേ നീ ഒന്ന് മടങ്ങി വരണം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് റിട്ടേൺ ഓ ലോർഡ്. ഹൗ ലോങ്? എത്രത്തോളം ഒരു താമസം ഉണ്ടാകും? ആമേൻ. ദൈവം ഏതെങ്കിലും വാഗ്ദത്തം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആമേൻ, ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ചലിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആമേൻ. ദൈവമേ മടങ്ങി വരണം. എത്രത്തോളം ഹൃദയത്തിനകത്ത് വലിയ ഒരു പരിവേഷവും ഒരു നെരുക്കവും ആമേൻ ഒരു വേദനയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ദൈവം വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തവനായതുകൊണ്ട് വർഷങ്ങളായി ഒരു വാഗ്ദത്തം എന്റെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. എന്നാൽ ഇന്നും അതിന്റെ നിവർത്തീകരണം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആമേൻ. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം വാതിൽ തുറക്കുമെന്ന് പറഞ്ഞു. ദൈവം അവരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ദൈവം ഈ സഭയെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ആ വാഗ്ദത്തങ്ങളൊക്കെ കടക്കുമ്പോൾ തന്നെ ഇപ്പോഴും നിവർത്തീകരണം സംഭവിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് യഹോവേ മടങ്ങി വരണമേ എന്നുള്ളൊരു പ്രാർത്ഥനയകത്തുണ്ടെങ്കിൽ ഈ വചനത്തിന്റെ ഈ വാക്യത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കോണ്ടെക്സ്റ്റ്. വിത്തൗട്ട് കോണ്ടെക്സ്റ്റ് there is no content. ഏതൊരു വാക്യം വചനത്തിനകത്ത് എടുത്താലും അതിന്റെ പശ്ചാത്തലം, അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരാണ് ഈ സങ്കീർത്തനം എഴുതിയത്? ആമേൻ. ദൈവത്തിന്റെ ദാസനായ മോശയാൽ രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ആമേൻ. ദൈവം 400 സംവത്സരമായി ഇസ്രായേൽ മക്കൾ അടിമത്തത്തിൽ കിടക്കുകയാണ്. ഒന്നല്ല, രണ്ടല്ല, 3 വർഷമല്ല, 40 വർഷമല്ല, 400 വർഷം. 400 years of slavery. ഈ അടിമത്തത്തിൽ നിന്ന് ദൈവം ഇവരെ എന്ത് ചെയ്യണം? വിടുവിക്കണം. ദൈവം ഇവരെ വിമോചിപ്പിക്കണം. ദൈവം ഇവരെ ഉദ്ധരിക്കണം എന്ന പ്രാർത്ഥന അകത്ത് കത്തുമ്പോൾ ആമേൻ, മോശ ദൈവത്തോട് പറയുകയാണ്, എത്രത്തോളം ദൈവമേ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നീ കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്. ആമേൻ. നീ ഒരു വീണ്ടെടുപ്പുകാരനെ അയക്കും. ആമേൻ. ആ വീണ്ടെടുപ്പുകാരൻ ഞാനാണെന്ന് ഞാൻ കേട്ടു, ഞാൻ അറിഞ്ഞു, ഞാൻ മനസ്സിലാക്കി. എന്നാൽ ആ ദൗത്യം എങ്ങനെ നിർവഹിക്കും? എങ്ങനെയാണ് ആ വാഗ്ദത്ത ദേശത്തിൽ എനിക്ക് എത്താൻ കഴിയുന്നത്? യഹോവേ മടങ്ങി വരണമേ. ഇന്നൊരു വലിയൊരു സത്യം ഞാൻ വിളിച്ചു പറയട്ടെ. ഏതൊരു വിടുതലും, ഏതൊരു സൗഖ്യവും, ഏതൊരു അനുഗ്രഹവും യഹോവ ഇല്ലാതെ നടക്കുകയില്ല. ആമേൻ. എന്തൊക്കെ ഞാൻ ആഗ്രഹിച്ചാലും ദൈവം മടങ്ങി വരാതെ എന്റെ ജീവിതത്തിൽ ഒരു വാതിൽ തുറക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് പകൽ പ്രാർത്ഥിക്കേണ്ടത് നന്മകൾക്ക് വേണ്ടിയല്ല, അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല, ആമേൻ, വാതിലുകൾക്ക് വേണ്ടിയല്ല. പ്രാർത്ഥിക്കണം, യഹോവേ മടങ്ങി വരണമേ. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം എടുത്തു പഠിച്ചാൽ ആമേൻ, ഈ മിസ്രൈം രാജ്യത്തിലേക്ക് ഇസ്രായേൽ മക്കൾ കടന്നു വരാൻ കാരണമായ മനുഷ്യനെ കാണാൻ കഴിയും. മറ്റാരുമല്ല, യോസേഫാണ്. യോസേഫ് 50-ാം അധ്യായം 25-ാം വാക്യത്തിൽ ആമേൻ വെളിപ്പാട് പ്രാപിച്ച് പറയുന്ന പദമാണ്, നിങ്ങൾ എന്റെ അസ്ഥികളെ. ആമേൻ. ഇവിടെ വെക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കത്തില്ല. ആമേൻ. നിങ്ങൾക്ക് ഞാൻ ഒരു പ്രവചനം തരാൻ പോകുകയാണ്, ഒരു വെളിപ്പാട് ഞാൻ കൈമാറാൻ പോകുകയാണ്. ഞാൻ മരിക്കാൻ പോകുന്നു. ആമേൻ. ഞാൻ മണ്ണിനടിയിൽ പോകും. ആമേൻ. ഞാൻ മറഞ്ഞു പോകും, ഞാൻ ഇല്ലാതെയാകും. എന്നാൽ ദൈവം തന്ന വാഗ്ദത്തം അത് ചാകുകയില്ല, അത് മരിക്കുകയില്ല, അത് മണ്ണിൽ മറഞ്ഞു പോകുകയില്ല. ആമേൻ. എന്റെ അസ്ഥികളെ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവം വാഗ്ദത്തം തന്ന ആ ദേശത്ത് കൊണ്ട് അടക്കണം. ഞാൻ ഇന്ന് കിടക്കുന്നത് എവിടെയാണെന്ന് വച്ച് ദൈവത്തിന്റെ വാഗ്ദത്തത്തെ നീ അളക്കരുത്. ഇന്നത്തെ സാഹചര്യത്തെ നോക്കി, ഞാൻ ഇന്നായിരിക്കുന്ന മേഖലകളെ നോക്കി, ഇന്നത്തെ എന്റെ കപ്പാസിറ്റി നോക്കി ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന സാധ്യതകളെ നീ ഇല്ലാതെയാക്കരുത്. Just because of what I'm going through right now, you cannot dismiss the possibilities that God is going to open for me. എനിക്ക് വേണ്ടി തുറക്കുന്ന ചില സാധ്യതകൾ അവൻ ആത്മാവിൽ കാണുകയാണ്. അവൻ യോസേഫ് പറയുന്ന പദം ശ്രദ്ധിക്കണം. മോശ പറയുന്ന പദം എന്താണ്? യഹോവേ മടങ്ങി വരണമേ. യോസേഫ് പറയുന്ന പദം, അസ്ഥികൾ കനാൻ ദേശത്തിൽ നിങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണം? അടക്കണം. പക്ഷെ എപ്പോഴാണെന്നറിയാമോ? യഹോവ നിങ്ങളെ സന്ദർശിക്കുമ്പോൾ യഹോവ നിങ്ങളുടെ ജീവിതത്തിൽ മടങ്ങി വരും എന്ന് യോസേഫ് മുന്നമേ കണ്ടു. അവൻ നോക്കിയേ,
അടിമത്തം തുടങ്ങിയിട്ടില്ല. അടിമത്തത്തിന്റെ ഒരു പ്രവണതയും കാണാൻ കഴിയുന്നില്ലെങ്കിലും ഇന്ന് അവർ വാഴുന്ന രാജ്യമാണ് മിസ്രൈം. എന്നാൽ യോസേഫ് ആത്മാവിൽ കണ്ടിട്ട് പറയുകയാണ്, ഒരു ദിവസം വരും, അന്ന് എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും, ദൈവം മടങ്ങി വരും, ദൈവം നിങ്ങളെ വിസിറ്റ് ചെയ്യും. ആ സമയത്ത് ദൈവം നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുമ്പോൾ എന്റെ ഹസ്തികളെ നിങ്ങൾ അവിടെ അടക്കണം. മോശ പിതാക്കന്മാരുടെ വാഗ്ദത്തത്തെ ക്യാരി ചെയ്യുന്ന വാക്യമാണ് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 13-ാം അധ്യായം 19-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്. എവരെ ദൈവം പുറത്തിറക്കി. എവിടുന്ന്? മിസ്രൈം രാജ്യത്തു നിന്ന് പുറത്തിറക്കിയപ്പോൾ നോക്കിയേ, പുറകിൽ സൈന്യമുണ്ട്, പുറകിൽ ഫറവോനുണ്ട്, അവന്റെ സൈന്യമുണ്ട്, രഥങ്ങളുണ്ടെങ്കിലും മോശയ്ക്ക് ഒരു കാര്യം അറിയാം. അപ്പന്റെ ഒരു വാക്കുണ്ട്, പിതാക്കന്മാരുടെ ഒരു വാഗ്ദത്തമുണ്ട്. ഒരു ഉത്തരവാദിത്തമായി അതിനെ കണ്ട് മറ്റെല്ലാ വിഷയങ്ങളെയും മാറ്റിവെച്ച് പിതാവായ യോസേഫിന്റെ അസ്ഥികളെ അവര് എടുത്തുകൊണ്ട് ഒരു യാത്ര പുറപ്പെടുകയാണ്. അപ്പന്മാരുടെ പ്രാർത്ഥനയെ, അപ്പന്മാരുടെ വിശ്വാസത്തെ, പിതാക്കന്മാരുടെ വാഗ്ദത്തത്തെ തുച്ഛീകരിക്കാത്തൊരു തലമുറ എഴുന്നേൽക്കണം. നിന്റെ പിതാവ് ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ, നിന്റെ പിതാവ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ പിതാവിന്റെ വിശ്വാസവും പ്രാർത്ഥനയും കണ്ട് അതിനെ തുച്ഛീകരിക്കുന്നവനാകല്ല. പ്രത്യുത അതിനെ ഏറ്റുകൊണ്ട് ഉത്തരവാദിത്വത്തെ കണ്ട് അവൻ ദൈവത്തോട് പറയണം, എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇന്നത്തെ തലമുറയുടെ പ്രശ്നം എന്താണെന്നറിയാമോ? അപ്പന്റെ പ്രാർത്ഥന വേണ്ട, അപ്പന്റെ ഉത്തരവാദിത്തം വേണ്ട, അപ്പന്റെ നന്മകൾ വേണം, അപ്പന്റെ പണം വേണം, അപ്പന്റെ സ്നേഹം വേണം, അപ്പന്റെ വാത്സല്യം വേണം. എന്നാൽ അപ്പൻ വഴക്ക് പറഞ്ഞാൽ സഹിക്കത്തില്ല, അമ്മ വഴക്ക് പറഞ്ഞാൽ സഹിക്കത്തില്ല. അമ്മയുടെ വഴക്ക് വേണ്ട, അമ്മയുടെ ശാഠ്യം വേണ്ട, അമ്മയുടെ ശാസന വേണ്ട, എന്നാൽ നന്മകളെല്ലാം വേണം. ഇന്നൊരു കാര്യം പറയാം, പ്രായം ചെന്ന മോശ മനസ്സിലാക്കിയൊരു സത്യമുണ്ട്. പിതാക്കന്മാരുടെ വാഗ്ദത്തം തലമുറയുടെ മേളിൽ ഒരു ഉത്തരവാദിത്തമായി കിടക്കുകയാണ്. അത് എടുത്തുകൊണ്ട് യാത്ര ആരംഭിച്ചു. വചനം പറയുന്നത് ഇങ്ങനെയാ. നോക്കി, തുടങ്ങിയത് എവിടുന്ന? യോസേഫിൽ നിന്ന്. യോസേഫ് തുടങ്ങി വെച്ചത് മോശ ക്യാരി ഓൺ ചെയ്തു. എന്നാൽ യോശുവയുടെ കാലഘട്ടത്തിലാണ് ഈ അസ്ഥികൾ വാഗ്ദത്ത ദേശത്തിലെത്തുന്നത്. തലമുറകൾ മാറിയെങ്കിലും എത്തേണ്ട സ്ഥലത്ത് ദൈവം എത്തിച്ചു. നിന്നെ കൊണ്ട് കഴിയുന്നത് ക്യാരി ഓൺ ചെയ്യാൻ മാത്രമായിരിക്കും. നീ ഇന്ന് ചിന്തിക്കും, അയ്യോ എന്റെ പിതാവിന്റെ സ്വപ്നം, എന്റെ പിതാക്കന്മാർക്ക് ദൈവം തന്ന വാഗ്ദത്തം എനിക്ക് എങ്ങും എത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഞാൻ ഇപ്പോഴും മരുഭൂമിയിലാണല്ലോ, ഞാൻ ഇപ്പോഴും ഏതൊക്കെയോ ചെങ്കടലിന്റെ നടുവിലാണല്ലോ, ഇവിടെയാണോ ഇത് അസ്തമിക്കേണ്ടത്, ഇങ്ങനെയാണോ ഇത് അവസാനിക്കേണ്ടത്? ഇല്ല, ദൈവം ഒരു എൻഡിങ് തയ്യാറാക്കിയിട്ടുണ്ട്. നീ ചിന്തിക്കുന്നതല്ല, നീ കണക്ക് കൂട്ടിയതല്ല, ശ്രേഷ്ഠമേറിയ ഒരു എൻഡിങ്, ഒരു ക്ലൈമാക്സ് ദൈവം ഒരുക്കിയിട്ടുണ്ട്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 32-ാം വാക്യം പറയുന്നു, മോശയുടെ അസ്ഥികളെ അവര് ശെഖേമിൽ അടക്കി. ശെഖേം എന്ന് പറഞ്ഞാൽ കനാൻ ദേശത്തിൽ എത്തിച്ചു. ശെഖേമിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവം പിതാക്കന്മാരുടെ പിതാവായ അബ്രഹാമിനെ വിളിച്ച് പറയുന്നൊരു പദമുണ്ട്, വാഗ്ദത്ത ദേശം. നീ കാണുന്ന, നീ ചവിട്ടാൻ പോകുന്ന ഈ വാഗ്ദത്ത ദേശം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഈ വാക്ക് കേട്ട് അബ്രഹാം കാലെടുത്ത് വച്ച സ്ഥലമാണ് ശെഖേം. വാഗ്ദത്തം കിട്ടിയോ? ഇല്ല. ദേശം കീഴ്പ്പെടുത്തിയോ? ഇല്ല. ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ശെഖേമിൽ നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഒരു യാഗപീഠം പണിതു, ദൈവത്തിന് വേണ്ടി ഒരു ഓൾട്ടർ പ്രിപ്പയർ ചെയ്തു. വിടുതൽ കിട്ടിയിട്ടല്ല, വാഗ്ദത്തം കിട്ടിയിട്ടല്ല, ദൈവം തരാമെന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് കേട്ടിട്ട് ദൈവത്തിന് ആരാധന കൊടുത്തു. ദൈവം ചെയ്യട്ടെ, വാതിൽ തുറക്കട്ടെ, ജോലി കിട്ടട്ടെ, കല്യാണം കഴിയട്ടെ, PR കിട്ടട്ടെ, ഞാൻ ചെയ്യാം. നോ, അവൻ പറയാം, ഞാൻ കേട്ടപ്പോൾ തന്നെ വിശ്വാസത്തോടെ ഞാൻ പണിയാൻ ആരംഭിച്ചു. അപ്പൻ കാണിച്ച വിശ്വാസതയ്ക്ക് തലമുറ കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് കൈമാറി വാഗ്ദത്ത ദേശം. അബ്രഹാം യാഗപീഠം പണിഞ്ഞു. 12-ാം അധ്യായം 6-7 വാക്യം. 33-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ
അടുത്ത പിതാവ് യാക്കോബ് വന്ന് പാർപ്പിടമുണ്ടാക്കിയ സ്ഥലമായി മാറി ശെഖേം. അവിടെ യാക്കോബും എന്ത് ചെയ്തെന്നറിയാമോ? ഒരു യാഗപീഠം പണിതു. എലോഹി എന്നൊരു പേര് അതിന് കൊടുക്കാനിടയായി. 24-ാം അധ്യായത്തിൽ വരുമ്പോൾ യാക്കോബിന്റെ മകനായ യോസേഫ് വിശ്രമിക്കുന്ന ഭൂമിയായി ശെഖേം മാറി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര വർഷമാണ് അടിമത്തത്തിൽ ജനം കടന്നത്? 400 വർഷം. സാധാരണ അടക്ക ശുശ്രൂഷയിൽ ഇസ്രായേലിന്റെ പശ്ചാത്തലമെടുത്ത് ജുഡായിസം കൾച്ചറിൽ അവരൊരു ശരീരത്തെ അടക്കിയാൽ ഏറെ ആയാൽ 10 വർഷം 15 വർഷം കഴിയുമ്പോഴത്തേക്കിന് അസ്ഥികളൊക്കെ ഡീകമ്പോസ് ഡിക്കേ ആവാൻ തുടങ്ങും. അത് ഫ്രാഗ്മെന്റഡ് പീസസ് ആയി മാറും. എന്നാൽ ദൈവം കേട്ടു പിതാവായ യോസേഫിന്റെ വായിൽ നിന്ന് വീണൊരു പദം. ദൈവം പറയാണ്, യവന്റെ അസ്ഥികൾ ഫ്രാഗ്മെന്റഡ് ആയിട്ടല്ല, പൗഡർ ആയിട്ടല്ല എവിടെ എത്തേണ്ടത്? കനാൻ ദേശത്ത് എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം യോസേഫ് ആരായിരുന്നു? ഹി വാസ് എ റോയൽ മാൻ. അവനെ ഈജിപ്ഷ്യൻ കൾച്ചർ അനുസരിച്ചാണ് അടക്കിയത്. ഈജിപ്ഷ്യൻ കൾച്ചറിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അവർ മമ്മിഫിക്കേഷൻ ആണ് ചെയ്യുന്നത് ശരീരത്തെ. ഈ ശരീരം 400 വർഷം മാത്രമല്ല 2000-3000 വർഷങ്ങൾ വരെ ഇരിക്കാൻ കഴിയുന്ന അസ്ഥി കൂടായിട്ട് മാത്രമല്ല, ഒരു മനുഷ്യ ശരീരമായി തന്നെ നിൽക്കുവാൻ ഈ ശരീരത്തിന് കഴിയും. ആ ശരീരത്തെയാണ് ഇവർ പിടിച്ചോണ്ടുപോയി എടുത്തുകൊണ്ടുപോയി വാഗ്ദത്ത ദേശത്തിൽ കൊണ്ട് അടക്കിയത്. അതായത് പൂർണ്ണമായ ഒരു അടക്കം യോസേഫിന് ലഭിച്ചു. വെറും അസ്ഥി ചാരത്തെയോ അസ്ഥി പൗഡറിനെയോ അല്ല കൊണ്ടുപോയത്. യോസേഫ് എന്ന വ്യക്തിയുടെ ആ ശരീരത്തെ, മൃദുശരീരത്തെ വാഗ്ദത്ത ദേശത്തിൽ കൊണ്ട് പിതാക്കന്മാരുടെ കൂടെ അടക്കുവാനിടയായി. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ ദൈവം സംരക്ഷിക്കുന്ന ദൈവം. നമ്മുടെ പ്രാർത്ഥനകളെ കൺസിഡർ ചെയ്യുന്നൊരു ദൈവം. അവൻ ഇന്ന് വിശ്വാസത്തോടെ പറ, യഹോവേ മടങ്ങി വരണമേ, മടങ്ങി വരണമേ. കാരണം നീ മടങ്ങി വന്നാൽ എന്റെ ജീവിതത്തിൽ ഉദ്ധരണം ഉണ്ടാകും.